അദ്ധ്യായം 108. അൽ കൗസർ, മക്കയിൽ അവതരിച്ചത്. കൗസർ എന്നാൽ ധാരാളം എന്നർത്ഥം. അള്ളാഹു നബിക്ക് ധാരാളം നേട്ടങ്ങൾ നൽകിയതിനെക്കുറിച്ച് 1-ാം സൂക്തത്തിൽ പരാമർശിച്ചതാണ് ഈ പേരിന് നിദാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ. തീർച്ചയായും നിനക്കു നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ നീ നിന്റെ രക്ഷിതാവിനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا يتدبرون القرآن أم على قلوب أقفالها. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, കാപ്പിൽ പ്രദേശത്ത് പരമകാരുണ്യകനായ അല്ലാഹുവിന്റെ അപാരമായ തീരുമാനത്താൽ വിശുദ്ധ ഖുർആൻ മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വിമോചനം സാധിച്ച ഗ്രന്ഥം. അതാണ് നമ്മുടെ ടോപ്പിക്. ഈ വിഷയാവതരണം കേൾക്കുന്നതിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട കസേരകളിൽ വന്നു ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, റോഡിന്റെ അരികിൽ നിന്നുകൊണ്ട് ഈ പ്രഭാഷണത്തെ നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സഹൃദയരെ, സുഹൃത്തുക്കളെ, പരമമായ ഒരു ലക്ഷ്യം, മഹത്വരമായ ഒരു ചിന്ത, അതാണ് ഈ പ്രഭാഷണത്തിന്റെ ആത്മാവ്. ഏതൊരു പ്രദേശത്തും ഇത്തരത്തിലുള്ള ഒരു വിഷയാവതരണം ഉണ്ടാകുന്നത്
സമൂഹത്തിന് നന്മ നൽകുക എന്ന ഉദ്ദേശത്തില്. സമൂഹം നന്നാവണം. ഞാൻ എൻ്റെ വാക്കുകൾ ക്രോഡീകരിച്ച് ചുരുക്കി വിഷയം അവതരിപ്പിക്കുന്നു. കുറ്റവാളികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കുറ്റവാളികൾ ഉണ്ടാകുന്നത്? മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് കള്ളുകുടിയനായി ഒരാൾ ജനിക്കുന്നുണ്ടോ? താന്തോന്നിയായി, കുറ്റവാളിയായി, കൊലപാതകിയായി മാതാവിന്റെ മാറിടത്തിൽ നിന്ന് സ്തന്യം നുകരുന്ന അവസ്ഥയിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുന്നുണ്ടോ? ഏതൊരു അമ്മയും ഏതൊരു ഉമ്മയും കൊഞ്ചിക്കളിപ്പിച്ച കുഞ്ഞല്ലേ പിന്നെ പത്രകോളങ്ങളിൽ വലിയ കുറ്റവാളിയായി വരുന്നത്? അല്ലേ? അതൊരു വളരെ പ്രധാനമായ ചിന്തയല്ലേ? അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടം. ഞാൻ നേരെ വിഷയത്തിലേക്ക് വരും, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, സമയം കുറവുണ്ട്. ഒരാൾ മോഷ്ടിച്ചു. മോഷ്ടാവിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഇസ്ലാമിക ഭരണകൂടത്തിൽ മോഷ്ടാവിന്റെ കൈ മുറിക്കണം, കൈപ്പടത്തിൽ വെച്ച് കൈ ഛേദിച്ചു കളയണം. അല്ലാതെ കൈമുട്ടിലല്ല, ഷോൾഡറിലല്ല, ഇവിടെ. അതാണ് അവർക്കുള്ള ശിക്ഷ ഇസ്ലാമിക ഭരണകൂടത്തിൽ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ഈ മോഷ്ടാവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചു, എന്തേ ഇങ്ങനെ? എന്താ ഈ മോഷ്ടിക്കാനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടോ? ചാടിക്കേറി കൈവെട്ടില്ല. ആയി കിട്ടിപ്പോയടാ ഇസ്ലാമിക ഭരണകൂടത്തിൽ കൈവെട്ടാൻ ഒരുത്തനെ ഇനിൽ ഹുക്മ എന്ന് പറഞ്ഞ് ആയത്തോതി അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക നിയമം, ശരീഅത്ത്, ക്രിമിനൽ സിവിൽ വകുപ്പുകൾ എല്ലാം ഇസ്ലാമിലുണ്ട്. കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്, നിയമാവലികളുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ കാഫിറൂൻ വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ ളാലിമൂൻ ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ. സൂറത്ത് മാഇദ 44-ാമത്തെ വചനം. സൂറത്ത് മാഇദ ആ 44-ന് ശേഷം 3 സ്ഥലങ്ങളിൽ അള്ളാഹു പറയാൻ ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അള്ളാഹ് അവതരിപ്പിച്ചത് കൊണ്ട് ആർ വിധിക്കുന്നില്ലയോ അവൻ ലാലിമാണ്, ഫാസിഖാണ്, കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് പറഞ്ഞില്ല കേട്ടോ. ആ വിഷയം ഞാനിപ്പോ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ മോഷ്ടാവിനെ കൊണ്ടുവന്നാ പിന്നെ ചോദിക്കണോ? മോഷ്ടിച്ചു ഉറപ്പായി, എന്നാ കൈവെട്ടിയ പോരെ? പോരാ. ചോദിച്ചു, എന്തേ ഇങ്ങനെ മോഷ്ടിക്കാൻ, എന്താ കാരണം? എല്ലാരും ശ്രദ്ധിക്കണം, എല്ലാരും ശ്രദ്ധിക്കണം. ഉമ്മമാര് ശ്രദ്ധിക്കണം, ഉപ്പമാര് ശ്രദ്ധിക്കണം, ഇക്കാക്കമാര് ശ്രദ്ധിക്കണം, എല്ലാ സാമൂഹ്യ ബോധമുള്ള എല്ലാവരും ശ്രദ്ധിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചു, എന്തെങ്കിലും പരാതി ഉണ്ടോ, ബോധിപ്പിക്കാനുണ്ടോ, എന്തിനാ മോഷ്ടിച്ചത്, എന്താ കാരണം? അദ്ദേഹം പറയാണ്, അമീറുൽ മുഅ്മിനീൻ, കഴിഞ്ഞ കുറെ ദിവസമായി പശയടക്കി കാത്തിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശപ്പ് സഹിക്ക വയ്യാതായപ്പോ ഞാൻ മോഷ്ടിച്ചാണ്. അപ്പൊ അയാൾ മോഷ്ടാവായത് എന്തുകൊണ്ടാ? പട്ടിണിയാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ അയാൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? അമീറുൽ മുഅ്മിനീനുണ്ട്, അയാളുടെ അയൽവാസികൾക്കുണ്ട്, അയാളുടെ സമൂഹത്തിനുണ്ട്, അല്ലേ? അത് കിട്ടാതായപ്പോ മരിച്ചു പോകുമെന്ന് തോന്നി, അപ്പോഴാ മോഷ്ടിച്ച്. അപ്പൊ അതുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, അയാളെ കൈയല്ല മോഷ്ടിച്ച്, പള്ളയാണ്. അതുകൊണ്ട് വേഗം വിട്ടുകളാണ്, ഒഴിവായിക്കളാണ് എന്ന് മനസ്സിലായി എല്ലാവർക്കും. എന്താ എല്ലാവർക്കും മനസ്സിലായത്? കാപ്പിലെ ഈ പ്രസംഗം കേൾക്കുന്നവര് സാധാരണ കേൾക്കുന്ന ഒരു പ്രസംഗം പോലെ നിന്ന് തള്ളിക്കളയണ്ട, ഉപകാരപ്പെടും എനിക്കും നിങ്ങൾക്കും. ഇല്ലെങ്കിൽ ഒരർത്ഥവും ഇല്ല. തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാതെ ഈമാൻ തൊണ്ടന്റെ അപ്പുറത്ത് നിന്ന് അള്ള തന്ന സൗണ്ട് കൊണ്ട് ക്ലിയർ ചെയ്താ പോരാ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം. ഇറങ്ങിയിട്ടില്ലെങ്കിൽ പ്രാസംഗികനും നഷ്ടമാണ്, പണ്ഡിതനും നഷ്ടമാണ്, പാമരനും നഷ്ടമാണ്, ലോകത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും നഷ്ടമാണ്. അതുകൊണ്ട് ഈ പ്രസംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട്, നല്ലതല്ലേ? ഞാൻ വേണ്ട, തള്ളിക്കളഞ്ഞു. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ,
ഒന്ന് നിൽക്കുന്ന രണ്ട് മാർഗങ്ങൾ മാനവതയുടെ മുമ്പിൽ നാം അവതരിപ്പിച്ചു. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നിങ്ങൾക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം, നന്ദി കെട്ടവരായിട്ടും നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങളെ മുമ്പിൽ രണ്ട് മാർഗമുണ്ട്, ഏതും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കുക. യുവർ ചോയ്സ്. അത് നിങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ അവകാശമാണ്, ആവാം, വിരോധമൊന്നുമില്ല. സൂറത്ത് ഇൻസാൻ 76-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. വേറൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, സത്യം അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സത്യം പടച്ചവനിൽ നിന്നുള്ളതാണ്. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കുകയുമാവാം. ഒരു നിർബന്ധമില്ലേ എവിടെയും? ഈ പ്രസംഗത്തിന് ഒരു നിർബന്ധമില്ല. ഇതൊരു തീവ്രവാദമോ ഭീകരവാദമോ അമ്മേണറയോട്ടോ കലാപമോ ഒന്നും ഉണ്ടാക്കാനല്ല. കലാപം ഉണ്ടാകരുത് എന്ന് പറയാനാ, അനൈക്യം ഉണ്ടാകരുത് എന്ന് പറയാനാ, അധർമ്മം ഉണ്ടാകരുത് എന്ന് പറയാനാ, അരാജകത്വം ഉണ്ടാകരുത് എന്ന് പറയാനാ, അക്രമം ഉണ്ടാകരുത് എന്ന് പറയാനാ, അലിവിന് വിരുദ്ധമായ ഒരു കാര്യം ഉണ്ടാകരുത് എന്ന് പറയാനാ. മനുഷ്യരെ നമ്മളൊക്കെ നന്നാകണം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറയാനാ. അവിടെയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾക്ക് ഒരുപാട് ആയത്തുകൾ പറഞ്ഞിരുന്നേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അധ്യായ നമ്പറും വചന നമ്പറും ഒക്കെ ഞാൻ പറഞ്ഞുതരും. ഇനി നിങ്ങൾ വരുമ്പോ ഏത് ക്ലാസ്സിലും ഒരു പേനയും കടലാസും ഉണ്ട്. വെറുതെ ആയത്ത് നമ്പറൊക്കെ ഒന്ന് എഴുതിയെടുത്താൽ നിങ്ങൾക്ക് നോക്കാം, വീട്ടിൽ പോയിട്ട് മനപ്പാടാക്കാം, പഠിക്കാം. ചിലപ്പോൾ പറയുമ്പോൾ അത്ര ഓർമ്മ ഉണ്ടാവില്ല. ഞാനെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അത് നോട്ട് ചെയ്യേണ്ടതും പഠിക്കേണ്ടതും എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. നമുക്കൊക്കെ അത് ബാധകമാണ്. പേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. നാളെയുടെ കാര്യം അള്ളാന്റെ കൈകളിലാണ്, നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ടായിരിക്കാം അള്ളാഹു നമ്മളെ സദാ ഓരോ കാര്യത്തിലും പടച്ചോന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനും ഉറപ്പിച്ചു തരണേ അല്ലാ എന്ന് മരിക്കണവരെ. ഒരാളത് പ്രാർത്ഥിച്ചുകൊണ്ടാ മരിക്കണമെങ്കിൽ മരിക്കണത് വരെ അങ്ങനെ പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറഞ്ഞേ. അതുകൊണ്ട് കാപ്പിലെ എന്റെ പ്രസംഗം കേൾക്കുന്നവരോടൊക്കെ പടച്ചോനെ ഓർത്തിട്ട്, അള്ളാനെ ഓർത്തിട്ട്, മരണാനന്തര ജീവിതം ഓർത്തിട്ട്, അതെ നോക്ക്, ഒരു ശ്വാസത്തിന്റെ ഇടയിലും ഉച്ഛ്വാസത്തിന്റെ ഇടയിലുമാണ് ഈ ജീവിതം. എല്ലാവരും അതറിയണം. പോകും, ഉറപ്പായിട്ട് പോകും. എല്ലാ പ്രതാപങ്ങളും നശിച്ച്, എല്ലാ അഹങ്കാരങ്ങളും നശിച്ച് എല്ലാവരും പോകും. കഴിഞ്ഞ ദിവസം വെണ്ണിയൂര് 2 ടൂ വീലർ ഒരേ ദിശയിലേക്ക് പോകുന്ന 2 ടൂ വീലർ ആക്സിഡന്റ് ഉണ്ടായി. ഒരു ടൂ വീലറുകാരന്റെ ശരീരത്തിൽ ഒരു മുള്ളുകൊണ്ട് പോറിയ പോറൽ പോലും ഇല്ല. തലയിലില്ല, ശരീരത്തിലില്ല, ഹാർട്ടിൽ എവിടെയില്ല. പക്ഷെ ആള് മരിച്ചു. എന്തെങ്കിലും ഒരു മുറിവ് ആ ശരീരത്തിൽ വേണ്ടേ? ഇല്ല. പക്ഷെ ഒരു മുറിവുണ്ട്, അവൻ മരിച്ചും പോയി. മറ്റേ വ്യക്തിക്ക് ഒരു മുറിവും ഇല്ല, എന്നിട്ടും ആള് മരിച്ചു. എന്താ അങ്ങനെ? അല്ലെ, അള്ള നിശ്ചയിച്ച സമയത്ത് അള്ള നിശ്ചയിച്ച വിധത്തില് മരിക്കും. ചിലപ്പോ കയ്യും കാലും ഒക്കെ നുറുങ്ങി ഒടിഞ്ഞാൽ പോലും മരിക്കുവോ? അങ്ങനെ മരിച്ചോളുന്നില്ല. ഇടവണ്ണയില് 3 തവണ തലച്ചോറ് പുറത്തേടി ആക്സിഡന്റ് പറ്റിയിട്ട് ഒരാൾക്ക് 3 തവണ. ആദ്യത്തെ ആക്സിഡന്റ് പറ്റിയപ്പോ തന്നെ മെന്റലി ഡിസോർഡർ ആയാൽ, പക്ഷെ മരിച്ചില്ല. രണ്ടാമത് അയാൾ റോഡൊക്കെ അങ്ങനെ ഇങ്ങനെ മുറിച്ചു വയ്ക്കും, അപ്പോഴും ഉണ്ടായി. 3 തവണ ഉണ്ടായി, അയാൾ എപ്പോഴും മരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കഥയോ ഒരു പോറല് പോലെ കേട്ടിട്ടില്ല. അള്ള നിശ്ചയിച്ച പോലെ ഏത് കാര്യവും. എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. എന്റെ വണ്ടി നുറുങ്ങി കൊക്കയിൽ വീണ് പപ്പടം പൊടിഞ്ഞ മാരിപ്പോയി. എനിക്കൊന്നും പറ്റിയില്ല, ഒരു മുള്ളുകൊണ്ട് പോലും പോറിയില്ല. എന്താ? അള്ള അങ്ങനെ തീരുമാനിച്ച. അള്ളാന്റെ തീരുമാനത്തെ മറികടക്കാൻ ആർക്കെങ്കിലും കഴിയോ? ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഒരു മുസീബത്തും ഉണ്ടാകുന്നില്ല ഈ ഭൂമിയിൽ, ഒരു മുസീബത്തുണ്ടാകുന്നില്ല. നിങ്ങളുടെ ശരീരത്തിലും ഒരു ആപത്തുണ്ടാകുന്നില്ല. എല്ലാം അതുണ്ടാകുന്നതിന് മുമ്പ് നാഥന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ എല്ലാം അള്ളാന്റെ റെക്കോർഡിലുണ്ടാകും. ഇവിടെ എന്ത് നടന്നാലും ഈ പരിപാടി നടക്കൂല. അള്ളാന്റെ തീരുമാനം നടക്കണ്ടെന്നാണോ? ചിലപ്പോ അതിന്റെ പിന്നിൽ ഒരു ചെങ്ങായി ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഓനെ കൊണ്ടാ മുടങ്ങി. നല്ല ഓനതിനൊരു കാരണം. അള്ളാന്റെ തീരുമാനം എന്താണോ നാം മുടങ്ങും. അള്ളാന്റെ തീരുമാനം നടക്കണം എന്നാണോ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടാൽ പോലും ചിലപ്പോൾ മുടങ്ങിക്കൊള്ളുന്നില്ല. പാലക്കാട് സമ്മേളനം ജീവിതത്തിൽ ഒരു കാരണവശാൽ നടക്കാൻ പാടില്ലാത്തായിരുന്നു, ഭൗതിക കാരണം കൊണ്ട് അല്ലേ? 1992 ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ പാലക്കാട് കോട്ട മൈതാനയെ സാക്ഷ്യം നിർത്തി ചതുർദിന സമ്മേളനം നടന്നു. നിർത്തിയേക്കാൻ പറഞ്ഞു ആദ്യം. എന്നിട്ട് നിർത്തിയോ?
നിർത്തേണ്ടി വന്നോ? നിർത്തിയേക്കാൻ പറഞ്ഞ പോലെ 1000 കുതിരശക്തിയോടുകൂടി പറഞ്ഞു നടക്കട്ടെ. എന്തേ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. ആ വിശ്വാസം, അതാ അഖീദ. അല്ലാഹ് നീ തടഞ്ഞ് നൽകാൻ ഒരാൾക്ക് കഴിയില്ല, നീ നൽകിയത് തടയാനോ അതും ഒരാൾക്ക് കഴിയില്ല. അങ്ങനെ വിശ്വസിച്ചവരാ നമ്മള്. വിശുദ്ധ ഖുർആൻ 50-ാം അധ്യായം സൂറത്ത് ഹദീദ് 22-ാമത്തെ വചനം. മറ്റേത് നമ്മുടെ ദിനേന നിസ്കാരത്തിൽ പറയുന്ന വാചകമാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ, നീ തടഞ്ഞാൽ നൽകാൻ ആരുമില്ല. അല്ലാഹ് നീ നൽകാൻ ഉദ്ദേശിച്ചാലോ തടയാൻ ആരുമില്ല. നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഉള്ളിലായിട്ട് നരേന്ദ്രമോദിക്ക്, അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഞാൻ പറയുന്നത് അത് പറയാനല്ല, അതിലൊരു പാഠം പറയാം. പ്രധാനമന്ത്രിക്കുള്ള പ്രൊട്ടക്ഷൻ ഒരു മുഖ്യമന്ത്രിക്ക്, പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് എന്തൊരു ബുദ്ധി! മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ നൽകണം. അതായത് 121 കോടി മനുഷ്യരിൽ മുഖ്യമന്ത്രിക്കുള്ള പ്രൊട്ടക്ഷൻ ഇന്ത്യ രാജ്യത്ത് വേറൊരാൾക്കില്ല. എല്ലാരും ഓർക്കണേ, പ്രധാനമന്ത്രിക്ക്, ആ പ്രധാനമന്ത്രിക്കുള്ള ഒരു പിന്നെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, ആ സെക്യൂരിറ്റി വേറെ പൗരന്മാർക്കൊന്നുമില്ല. ശരി, അത്ര വലിയ സെക്യൂരിറ്റി ഉണ്ടായ ഇന്ദിരാഗാന്ധി ആരെ കൊണ്ടാ കൊല്ലപ്പെട്ട്? അല്ലേ? മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടില്ലേ? രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടില്ലേ? എന്താ അങ്ങനെ? അള്ള വിധിച്ചാൽ ആ സമയത്ത് നടക്കും. ഇനി കാരണക്കാരാരാണോ അതിന്റെ ശിക്ഷയും ഇതൊക്കെ അവർക്ക് ഉണ്ടാവും. നന്മയാണ് രക്ഷയുടെ കാരണക്കാരനാണ്, അതിന്റെ ഗുണം ഉണ്ടാവും, അല്ലേ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സംഗതി തീരുമാനിച്ചാൽ അതിനെ മറികടക്കാനൊന്നും ലോകത്തൊരാൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആനിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം പരിധി പോകുന്ന കുറെ വിഷയങ്ങളല്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥം മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ ഇടപെടും? ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിലും കിടപ്പറയിൽ വരെ വിശുദ്ധ ഖുർആൻ ഇടപെട്ടിട്ടില്ലേ? ഇല്ലേ? ഒരു ഉദാഹരണം പറയാ. ഒരു പെണ്ണ് ഒറ്റക്കൊരു വീട്ടില്, കിടപ്പറയിൽ അവൾ ഒറ്റക്കാണ്. അയൽപ്പക്കത്തൊന്നും തന്റെ വീട്ടിൽ ആരുമില്ല. ബാപ്പല്ല, അമ്മല്ല, ഭർത്താവ് ഗൾഫിലാണ്, മകനുണ്ടായിരുന്നു, അവന് കഴിഞ്ഞ ദിവസം വിസ കിട്ടിയവൻ ഗൾഫിലേക്ക് പോയി. അപ്പം ഒറ്റക്കേ ഉള്ളൂ, ആരുമില്ല. ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ കിടപ്പറയിൽ അവൾക്ക് എന്തും ചിന്തിക്കാം, എന്തും ചെയ്യാം. ഒരാളെ വിളിച്ചു വരുത്താം, ബാങ്കിലെ ഡോറ് തുറന്നു കൊടുത്ത ഒരു പുരുഷനെ അവൾക്ക് ബെഡ്റൂമിലെത്തിക്കാം, ആരും അറിയില്ല. പക്ഷെ ഈ ഘട്ടത്തിൽ പോലും ഖുർആൻ അവളോട് കിടപ്പറയില് അവളുടെ ബെഡ് കിടക്കുമ്പോൾ അവളോട് പറയുന്നത് എന്താ? കാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. പെണ്ണെ, ഭർത്താവില്ലെങ്കിലും ബാപ്പ ഇല്ലെങ്കിലും മകനില്ലെങ്കിലും പെണ്ണെ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ സൃഷ്ടിച്ചത് പടച്ചവനാണ്. അവന്റെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവൻ പടച്ചവനാണ്. അവന്റെ ഹൃദയത്തിന്റെ ആന്തോളനങ്ങൾ അറിയുന്നവനും പടച്ചവനാണ്. സൂറത്ത് മുജാദലയിൽ അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ 3 പേർ ഒരുമിച്ച് സ്വകാര്യം പറയുന്നുവെങ്കിൽ 4-ാമനായി നിങ്ങൾക്ക് റബ്ബിനെ കാണാം. 4 പേരുണ്ടെങ്കിൽ 5-ാമനായി അള്ളയുണ്ട്. 5 പേരുള്ളിടത്ത് 6-ാമനായി നിങ്ങളുടെ റബ്ബുണ്ട്. റബ്ബ് സാക്ഷ്യം വഹിക്കാത്തൊന്നുമില്ല. ഞാനിവിടെ ഒറ്റക്കാണ് ഈ വീട്ടിൽ. എന്റെ ബെഡ്റൂം AC ശീതീകരിച്ച് തണുപ്പുള്ള രാത്രിയാണ്. ഏത് മനുഷ്യനെയും എനിക്കിവിടെ വിളിച്ചു വരുത്താം. എന്റെ ഫോണിലൊന്ന് റിങ് ചെയ്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന കാമുകനൊന്ന് ഞാൻ വിളിച്ചാൽ അരമണിക്കൂറിനുള്ളിൽ അവന്റെ ബെഡ്റൂമിലെത്തും. പക്ഷേ സൂറത്ത് നൂറിലാണ്, 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 31-ാമത്തെ വചനം ഉണ്ടാവൂലേ? പക്ഷെ മുസ്ലിമിന്റെ ജീവിതത്തിൽ ഞാൻ പറയാണ്, ടോയ്ലറ്റ് പോലും അന്ന് ഇടപെട്ടിട്ടില്ലേ? ഒരു ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ പോലും എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിച്ചുകൂടെ, എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ എന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ഇസ്ലാം എവിടെയാണ് ഇടപെടാത്തത്? അങ്ങനെ വിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തിൽ സമഗ്രമായി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അല്പസമയം നമ്മൾ സംസാരിക്കും. ദീർഘമായ ആരോഗ്യപരമായി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സുദീർഘമായ ഒരു പ്രസംഗം ചെയ്യാൻ ഞാൻ ഇന്ന് അശക്തനാണ്. കുറച്ച് ദിവസങ്ങളായി സുഹൃത്തുക്കളെ, പറയുന്ന അത്രയും കൃത്യമായി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കും. നിങ്ങൾ നോക്ക്, ഇപ്പൊ നമ്മുടെ ഒരു പ്രദേശം കേരളം, നമ്മൾ അങ്ങനെ വിചാരിക്കാം, കേരളം ഒട്ടകങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു നാട്. ശരിക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ കേരളം ഒട്ടകങ്ങളൊക്കെ ഉള്ള ഒരു നാട്, നല്ല മരുഭൂമി.
മദ്യപാനികളായിരുന്നു ഈ നാട്ടിലെ സർവത്രേ. വ്യഭിചാരത്തിലായിരുന്നു ഈ ജനതയിലെ സ്ത്രീകൾ അധികവും. പലിശയിൽ മുങ്ങിക്കുളിച്ചവരായിരുന്നു അവര്. പെണ്ണാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, പെണ്ണാണെന്ന് പറഞ്ഞാൽ മുഖം കറുത്തു പോകുന്നവരായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ. അങ്ങനെ എല്ലാ തിന്മകളും ഉണ്ടായിരുന്ന ഒരു നാടാണ് കേരളം എന്ന് സങ്കല്പിച്ചോ. ആ നാട്ടിലേക്ക് ഒരു പ്രവാചകനെ അല്ലാഹു തെരഞ്ഞെടുത്തായി. ഇന്ന് ആ പ്രവാചകൻ കേരളത്തിൽ പ്രവാചകനാകുന്നതിന് മുമ്പ് 40 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആ പ്രവാചകൻ അങ്ങനെ സങ്കല്പിക്കുക, എങ്ങനെ മനസ്സിലാക്കുക. 40 കൊല്ലം ആ പ്രവാചകൻ ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം ബിംബാരാധന നടത്തിയിട്ടില്ല, സൃഷ്ടിപൂജ നടത്തിയിട്ടില്ല, മലക്കുകളെ വിളിച്ചിട്ടില്ല, ജിന്നുകളെ വിളിച്ചിട്ടില്ല, അല്ലല്ലാത്തൊരു പടപ്പിനെ അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. അതുപോലെ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, പലിശ കൊടുത്തിട്ടില്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിട്ടില്ല, ഭാര്യയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല, അയൽവാസികളോട് മോശമായിട്ടില്ല, നാട്ടുകാരോട് മോശമായിട്ടില്ല, യാതൊരു നിലക്കും ആ നാട്ടിൽ നടക്കുന്ന ഒരു തിന്മയിലും അദ്ദേഹം പങ്കാളിയായിട്ടില്ല. അങ്ങനെ അദ്ദേഹം 40 കൊല്ലം ജീവിച്ചു. പക്ഷെ ആ 40 കൊല്ലം അദ്ദേഹത്തിന്റെ കയ്യിൽ ഖുർആനില്ല, അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ കിട്ടിയിട്ടില്ല. എന്നാൽ ആ 40 കൊല്ലം അദ്ദേഹം മദ്യപിച്ചില്ല എന്നതുകൊണ്ട് ആ നാട്ടിലാരും അദ്ദേഹത്തെ അനുകരിച്ച് മദ്യപിക്കാതിരുന്നില്ല. ഖുറൈശി പ്രമാണികളിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും മോനെ മുഹമ്മദ് മദ്യപിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് അയാളെ പിന്തുടരാം. കുറച്ച് യുവാക്കൾ ഒരുമിച്ച് കൂടി മുഹമ്മദ് നബി ജീവിച്ച പോലെ ജീവിച്ചില്ല. ഒരു അത്ഭുതമാണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിംബാരാധന നടത്തില്ല, അതുകൊണ്ട് നമ്മളും വേണ്ടാന്ന് ഒരു യുവാവ് പോലും ആ നാട്ടിൽ പറഞ്ഞില്ല. അത് നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ്. ഒരു യുവാവ് പോലും ആ നാട്ടിൽ പറഞ്ഞില്ല. 10 ആൾ ആ നാട്ടിലുണ്ടായിരുന്നു ബിംബാരാധകരല്ല, 10 ഫേമസ് ആയ ആള്, അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എല്ലാ വൃത്തികേടുകളും ചെയ്തവരാണ്. പക്ഷെ അദ്ദേഹത്തിന് ബിംബാരാധന ഉണ്ടായിരുന്നു എന്ന് പരിശോധിച്ചാൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് പല ചിന്മകളും ആ നാട്ടിൽ നങ്കൂരമിട്ടു. ഭൂമിയിൽ ഊശ്വര ഹൃദയം പേറി ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ആ ജനപദം ജീവിച്ചു പോന്നു. ബോധപൂർവമായ ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നില്ല. ജീവിതത്തിന് മൗലികമായ ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ ചിന്തകൾ മേലെ നടന്നു വൃത്തികേടുകളിൽ. ഉമറുൽ ഖൈസിന്റെ കവിത, ലബീദിന്റെ കവിത, ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കവിത ഒക്കെ എന്തായിരുന്നു? പെണ്ണിന്റെ മാറിടം വർണ്ണിക്കാനായിരുന്നു, പെണ്ണിന്റെ പിൻഭാഗം വർണ്ണിക്കാനായിരുന്നു, മദ്യത്തിന്റെ മഹത്വം വർണ്ണിക്കാനായിരുന്നു, യുദ്ധത്തിന്റെ വല്ലാത്തൊരവസ്ഥ വർണ്ണിക്കാനായിരുന്നു, യുദ്ധരംഗത്ത് സ്ത്രീകളുടെ ഡാൻസ് വർണ്ണിക്കാനായിരുന്നു. അങ്ങനെ പല തിന്മകളും, പെണ്ണും കുതിരയും, കുതിരയുടെ മാഹാത്മ്യം, അതുപോലെ പെണ്ണിന്റെ മാഹാത്മ്യം, ഇത് രണ്ടും വിശദീകരിച്ച് കാബത്തിന്റെ കില്ലകളിൽ വരെ ഉമറുൽ ഖൈസിനെ പോലെയുള്ളവരുടെ കവിത ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ആ വിശുദ്ധ ഖുർആന്റെ വചനം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന അധ്യായമൊക്കെ കൊണ്ടുപോയി അവർ ഒട്ടിച്ചത്. ഞാൻ പറയുന്നത്, അങ്ങനെ ജീവിച്ചിരുന്ന ഒരു ജനത. ഒട്ടകം 2 കിലോമീറ്റർ അപ്പുറം വെള്ളം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കും. അപ്പൊ ഒട്ടകത്തിന്റെ കൂടെ ടെന്റിന്റെ ആണിയും പന്തലും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നുപോയി. ഒട്ടകം മുട്ടുകുത്തുന്നിടത്ത് ടെന്റ് കെട്ടി അവിടെ ജീവിച്ച് തിന്നുകയും കുടിക്കുകയും ഭോഗിക്കുകയും ഒക്കെ ചെയ്ത് സുഖമായിട്ട് അങ്ങനെ ജീവിച്ചൊരു ജനത. ആ ജനപദത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ, കാപ്പിലെ മുസ്ലിമീങ്ങളെ, ഈ പ്രസംഗം കേൾക്കുന്നവരെ, സഹോദരങ്ങളെ, സഹൃദയരെ, പ്രവാചക തിരുമേനി അല്ലാഹു വായിക്കുക പ്രവാചക എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചോ, ലോക ചരിത്രത്തിലെ മഹത്തായ വിപ്ലവമായിരുന്നു വായനയുടെ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള ആഹ്വാനം. ഋഗ്വേദമോ സാമവേദമോ അഥർവവേദമോ യജുർവേദമോ ചതുർവേദങ്ങൾ, സന്നവസും തെൽമൂദും, അതുപോലെ ഒരുപാട് ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും ഒന്നും വായിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വന്ന ഒരു വേദഗ്രന്ഥമല്ല. നേരെമറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനം തന്നെ വായിക്കുക മനുഷ്യരെ, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. വായിക്കുക, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിനാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. അങ്ങനെ വായിക്കാനാണ് ആവശ്യപ്പെട്ടത്. വായിക്കുക പ്രവാചക, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കാൻ ആവശ്യപ്പെട്ടു. എവിടെ വായന മരിക്കുന്നു അവിടെ സംസ്കാരം ഉണ്ടാവില്ല. ആധുനിക ലോകത്ത് നിങ്ങൾ നോക്ക്, വായന വളരെ കുറവാണ്. എല്ലാം നെറ്റിലൂടെയാണ്. നെറ്റിലൂടെയുള്ള വായനക്ക് ഒരു പരിമിതിയുണ്ട്. കണ്ണ് കേടുവരും, മനസ്സ് കേടുവരും, അനാവശ്യ മേഖലയിലെ കടമയിലും. നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ പുസ്തകത്തിന്റെ പേര് മാത്രമൊന്നുമല്ല കിട്ടുക. ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ എന്താണോ അതേ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് കണ്ണും കാതൊന്നും പോകില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു പുസ്തകം വായിക്കുന്നതും നെറ്റിൽ കയറുന്നുണ്ടെന്നാണ്. വായന പുസ്തകങ്ങളിൽ നിന്ന് നടക്കണം. പ്രപഞ്ചത്തിന്റെ താളുകളിൽ ഒരു വായനയുണ്ട്. ആ റീഡിംഗ് വല്ലാത്തൊരു റീഡിംഗ് ആണ്. ഖുർആൻ ആവശ്യപ്പെട്ടതാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അതൊരു റീഡിംഗ് ആണ്. പ്രപഞ്ചത്തെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചുള്ള റീഡിംഗ് അതാണ്. നിന്നും ഇരുന്നും കിടന്നും അള്ളാഹിനോട് സൂറത്ത് ആൽ ഇംറാൻ 190 വചനം. അങ്ങനൊരു വായനയുണ്ട്. അതല്ലാത്ത നല്ല നല്ല വായനകൾ, മലയാള മനോരമ വീക്കിൽ വായിക്കുന്നവര്, മംഗളം വീക്കിൽ വായിക്കുന്നവര്,
സിനിമാ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നവര് വനിത എന്ന് പറയുന്ന നൂറുകണക്കിന് സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങളുള്ള വനിത. നാനയിൽ 1, 2, 3, 4 ഒരുപക്ഷെ കുട്ടികൾ കാണാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഇതെന്താ അവസ്ഥ? എല്ലാ ചിന്മകളുണ്ട് അവിടെ അല്ലേ? അതിന്റെ മുൻവേദികൾ മുതൽ അവസാനം വരെ പെണ്ണിന്റെ വളരെ മൂടനായ, വളരെ വൃത്തികെട്ട അല്ലെ അടിവസ്ത്രത്തിന്റെ പരസ്യം പോലുമുള്ള സംഗതിയല്ലേ എല്ലാ മുസ്ലിമീങ്ങളുടെ വീട്ടിലുണ്ട്. എന്താ കൊണ്ടുള്ള കാര്യം? അല്ലാഹു ആളുകൾ അതൊക്കെയാണ് വീട്ടിൽ വരുത്തിക്കുന്നതും നോക്കുന്നതും ആകുന്നതും. വായന എന്ന് പറയുന്ന നല്ല വായന ഉണ്ടേ നല്ല മനുഷ്യനുണ്ടാവും. നല്ലൊരു പുസ്തകത്തിൽ നല്ലൊരു ഉള്ളടക്കം ഉണ്ടെങ്കിൽ അത് മനുഷ്യനെ സ്വാധീനിക്കാണ്ടിരിക്കുവോ? നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ മകൾക്ക് നല്ലൊരു പുസ്തകം കൊടുക്കണു, മകളത് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് വായിക്കുന്നു, എന്തായാലും ആ കുട്ടിയിൽ ആ പുസ്തകത്തിൽ നന്മ സ്വാധീനിക്കാതിരിക്കൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ പറ്റി എന്ത് പറഞ്ഞത്? വദുഖുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. വദുഖുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന. മറക്കണ്ട ഈ വചനം. സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. 33, 34. അധ്യായം നമ്പർ 33, മറ്റേത് 34. വളരെ രസകരമായ ഓർക്കാം. അതിൽ അല്ലാഹ് പറയുന്നത് എന്താണ്? വദുഖുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച്, ഒരു മുസ്ലിമിന്റെ ഭവനത്തെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞേ? നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. എന്ത് ഖുർആനും സുന്നത്തും അല്ലേ ഇപ്പൊ വീട്ടില്? ചാനൽ ഇങ്ങനെ മാറി മാറി വരിക, സംഗീതം ഇങ്ങനെ അരങ്ങു തീർക്കുക എന്നല്ലാതെ അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തും നിങ്ങളുടെ ഭവനത്തിൽ പാരായണം ചെയ്യപ്പെടുന്നത് ഓർക്കുക. പണ്ട് കാലത്ത് മഗ്‌രിബിനും സുബൈക്കും ഒക്കെ ഖുർആൻ ഓതുന്ന ഒരു രംഗം വീട്ടിലുണ്ടായിരുന്നു. ഇന്നതൊന്നുമില്ല. അതുകൊണ്ട് അതിന്റെ ദോഷങ്ങളുണ്ട്, എല്ലാ മേഖലയിലും അതിന്റെ ഇല്ലായ്മകളുണ്ട്. അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ ചുരുക്കി മറ്റൊരു വശത്തേക്ക് നീങ്ങുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു, പ്രവാചകനായി. ഇനി ഞാൻ പറയുന്ന അങ്ങോട്ടുള്ള രംഗങ്ങൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യപാനി എന്ന അവസ്ഥ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു ചിന്മ പ്രവാചകന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. അല്ലമീനാണല്ലോ, വിശ്വസ്തനാണല്ലോ, മഹാനാണല്ലോ, ഉന്നതനാണല്ലോ, സമ്പൂർണ്ണ മാതൃകയാണല്ലോ, മാനവ വിമോചനത്തിന്റെ സമ്പൂർണ്ണ മാതൃക. അതാണല്ലോ പ്രവാചകൻ. മാനവ വിമോചനത്തിന്റെ പ്രവാചക മാതൃക അതാണല്ലോ. ആ പ്രവാചക തിരുമേനി ഖുർആൻ കിട്ടി. പിന്നെന്തേ ഉണ്ടായത്? നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മളൊക്കെ മുജാഹിദായി. മുജാഹിദുകളിൽ ഒരുപാട് ആളുകൾ, പണ്ഡിതന്മാരും എഴുത്തുകാരും ഒക്കെ ഉണ്ടാവും. മുജാഹിദുകളിൽ പ്രാസംഗികരായ ആളുകൾ എല്ലാവരും ഒരേപോലെ തൗഹീദ് പറയുന്നവരാ? അല്ല. തൗഹീദ് ആരാണോ ഏറ്റവും കൂടുതൽ പറയാ അവർക്ക് എതിർപ്പും ഉണ്ടാവും, അനുകൂലവും ഉണ്ടാവും. ഇപ്പൊ തൗഹീദ് ഇല്ലാത്തവരാണ് ജമാഅത്തെ ഇസ്ലാമി നമ്മൾ പറയുന്നോ? ഇല്ല. പക്ഷെ അവർക്ക് ജനങ്ങളെ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? അപ്പോ എന്താ കാരണം? അവർക്ക് തൗഹീദ് ഇല്ലാത്തതുകൊണ്ടല്ല, തൗഹീദ് പ്രബോധനം ചെയ്താലേ ജനങ്ങൾ അതിലേക്ക് ആകർഷകരാകും. അപ്പൊ ഞാൻ മദ്യപിക്കുന്നില്ല, വിചരിക്കുന്നില്ല, അല്ലല്ലാത്തവരെ പിടിക്കണില്ല, ഖുർആനും സുന്നത്തും അനുസരിച്ച് എന്റെ വീട്ടിൽ ഞാൻ എന്റെ കാര്യം, സ്വന്തം കാര്യം ചിന്താവാണെങ്കിൽ